പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് 25-ാം തീയതി ബുധനാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിന് നിന്നെ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തെ ഇന്നിനെ ആശീർവദിക്കണമേ. അവിടെ യാത്രകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന കണ്ടുമുട്ടുന്ന വ്യക്തികളെ അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ, എഴുതുന്ന എഴുത്തുകൾ, ഒപ്പിടുന്ന ഒപ്പുകൾ എല്ലാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒന്നും തെറ്റിപ്പോകാതെ
ആകാശത്തു നിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും ഫലം പ്രകടിക്കുക തിരിച്ചു പോകാത്തതുപോലെ കർത്താവേ, നിൻ്റെ അനുഗ്രഹം ആ ഫലം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ പരിശുദ്ധയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകളും കർത്താവ് ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂവിന് ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവിൻ്റെ ശക്തി സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായി കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭം ഉണ്ടായിട്ടും ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യങ്ങളുള്ളവരെ അതിനെക്കുറിച്ച് അത് കളയണോ വേണ്ടയോ എന്ന് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വ്യക്തമായ തീരുമാനം എടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ സമാധാന ഭവനങ്ങൾ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസകൾ അറിയിച്ച കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ ആധികാരികത സഭയ്ക്ക് നൽകിയിട്ടുള്ള അധികാരത്താൽ കർത്താവെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും മതാന്യ മധ്യസ്ഥ ഈശ്വരൻ്റെ നാമത്തിൽ സമാധാനം അനുഭവിക്കുകയായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രയാസം അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ, ജീവിതമാർഗം കാണാത്തവർ, ജീവിതമാർഗം കുഞ്ഞുങ്ങളെങ്ങനെ പോറ്റിക്കൊണ്ട് പോകുമെന്ന് അറിയാൻ പാടില്ലാതെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പകച്ചു നിൽക്കുന്നവരെ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുരിശിൻ്റെ ശക്തി, സഹനത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ നാമത്തിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളും കൃപകളും കൊയ്യാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ഔന്നത്യത്തെ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹിതരായ മക്കൾ, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കശപിശകൾ, അതുമൂലം ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വയസ്സുകൾ, വൈരാഗ്യങ്ങൾ മൂലം പൈശാചികമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് അത് മാനസികമായിട്ട് അകന്നു പോകുന്നവർ കർത്താവെ അതിന് ചൈൽഡിഷായിട്ട് ജീവിതത്തെ കാണാതിരിക്കുവാനും ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ദൈവികമായ കൃപയിലും വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഉത്തരവാദിത്വത്തോടെ ജീവിതത്തെ സമീപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ യാത്ര ചെയ്യിക്കുന്നവരെ ആശീർവദിക്കുന്നു. യാത്രാ തടസ്സങ്ങളെ ആശീർവദിച്ച് ഈശോയുടെ നാമത്തിലെ ബന്ധങ്ങളെ അകറ്റുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം ഒന്നും അറിയാൻ പാടില്ലാതെ ഇങ്ങനെ നിൽക്കുന്നവരുടെ കർത്താവെ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരാൻ ആരുമില്ലല്ലോ, ഞങ്ങളെ വഴി നടത്താൻ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവർ കർത്താവെ, നിൻ്റെ വാഗ്ദാന പ്രകാരം ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. കർത്താവ് ഒരു കാരണവശാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറാൻ പറ്റിയ സാഹചര്യം മാത്രമാണ് സഹനമെന്നും ശാപമല്ലെന്നും തിരിച്ചറിയാൻ പരിശുദ്ധാത്മാ ദാനങ്ങളാൽ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഇന്നത്തെ യാത്രയെ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സംസാരിക്കുന്ന ഒപ്പുകളും എഴുത്തുകളും ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിന്നെ സഹായിക്കുന്നവരെ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിന്നെ ശപിക്കുന്നവരെ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ കൃപയിൽ ജീവിക്കാൻ കർത്താവ് ആവശ്യമായ കൃപയാൽ നിന്ന് നടക്കട്ടെ. ലോർഡ് ഇൻഫ്യൂസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഫ്രീ പ്രെയർ അങ്ങനെ ഒരു കോൺസെപ്റ്റുണ്ട്. ഫ്രീ പ്രെയർ എന്ന് വെച്ചാൽ ഞാൻ ഫ്രീ എയർ എന്ന് പറയത്തില്ലേ, ഫ്രീ എയർ മീൻസ് ഇപ്പോൾ ചില എയർ നമ്മൾ ചെല്ലുമ്പോൾ മേ ബി പൊല്യൂട്ടഡ് ആയിരിക്കും എയർ. അപ്പോൾ നമ്മൾ മാസ്ക് വെക്കും, ഇപ്പോൾ ഇവിടെ എയർ പൊല്യൂട്ടഡ് ആണല്ലോ എന്ന് പറയും, എയറിൻ്റെ തിക്നെസ് കൂടുതലാണല്ലോ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ വനത്തിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രീ ഓക്സിജനാണ് നമുക്ക് കിട്ടുന്നത്. വല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ ശ്വാസകോശം വലിച്ചു കയറുന്ന കാണാം, പെട്ടെന്ന് എനർജറ്റിക് ആകും. അതുപോലെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി ആയിരിക്കും. കടലോരത്തൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഈർപ്പം നീരാവി എയറിലുണ്ടാവും. അപ്പോൾ ശ്വാസകോശ രോഗികൾക്കല്ല, അതുകൊണ്ട് ചുമയും പനിയും എല്ലാം കൂടി വരും. അത് അപ്പം അല്ലെങ്കിൽ ചിലർക്ക് അത് ഉണ്ടാവും. ഫ്രീ എയർ എന്ന് പറയുന്നത് വളരെ ഒരു സ്വപ്നമാണ് ശരിക്കും. തന്നെയല്ല മനുഷ്യരാശിയുടെ അവകാശമാണ്. എയർ പൊല്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അനുഭവവേദ്യമാകേണ്ടത്, നീ ശ്രദ്ധിക്കേണ്ടത്, നിനക്ക് ഫ്രീ പ്രെയർ കിട്ടുന്നുണ്ടെന്ന് നോക്കണം. നീ ആധ്യാത്മികമായിട്ട് എന്തുമാത്രം വളർന്നുവെന്നറിയാൻ ഏറ്റവും നല്ലത് ഫ്രീ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്രത്യേക വെയിറ്റൊന്നും ഇല്ലാത്ത പ്രാർത്ഥനകൾ. വെച്ചാൽ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, തന്നെയല്ല ആ പ്രാർത്ഥനയിൽ ആവശ്യങ്ങൾ വെക്കാറില്ല, ആവശ്യങ്ങൾ ആ പ്രാർത്ഥനയിലേക്ക് ഓടിത്തിരിഞ്ഞ് വരാറില്ല. അത് നീയും ദൈവവും മാത്രമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയുടെ ഭാഗമായിട്ട് നിനക്കിങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയണം. അതിന് ഫ്രീ പ്രെയർ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ല, പരിശുദ്ധാത്മാവ് ഉണ്ടാകും. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടാവുമെങ്കിലും നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാനോ അതുപോലെ തന്നെ അത് വർദ്ധിപ്പിക്കുവാനോ അതിൻ്റെ ഉള്ളിൽ നിനക്ക് അനായാസമായി ദൈവത്തിൻ്റെ സന്നിധി വ്യാപരിക്കാൻ കഴിയണതാണ് ഈ ഫ്രീ പ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴായാലും ഫ്രീ പ്രെയർ വേണം. ഒരാഴ്ച എന്ന് വെച്ചാൽ അറിയാണ്ടങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും. തന്നെയല്ല പ്രാർത്ഥനയുമായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും, ദൈവത്തിൻ്റെ ദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കും, ദൈവത്തെ മാത്രം ഓർത്ത് പ്രാർത്ഥനയുടെ ഫലം ദൈവമാണെന്ന് ഓർക്കും. നമ്മൾ പ്രാർത്ഥനയുടെ ഫലം സമാധാനമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ? പ്രാർത്ഥനയുടെ ഫലം ദൈവം തന്നെയാണ്. അതിനാണ് ഫ്രീ പ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. അതിൻ്റെ അകത്ത് ആശകളില്ല, സ്വപ്നങ്ങളില്ല, നമ്മുടെ ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളില്ല, ഒന്നുമില്ല. ദൈവം തന്നെയാണ് എൻ്റെ കണ്ടൻറ്റ് വൈസ്. ഫുൾ ആൻഡ് ഫുൾ 100% ദൈവം തന്നെയായിരിക്കും അതിനകത്ത്. പ്രാർത്ഥിക്കുക. നല്ലവനായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഞാനും അങ്ങും തമ്മിലുള്ള ആത്മീയ വ്യാപാര വിനിമയങ്ങളിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഫലമെന്നും അങ്ങ് തന്നെയാണ് എല്ലാത്തിൻ്റെയും ഫലമെന്നും അങ്ങ് തന്നെയാണ് മാർഗമെന്നും അങ്ങ് തന്നെയാണ് മാർഗം, തന്നെയാണ് ലക്ഷ്യമെന്നും അങ്ങ് തന്നെയാണ് ലക്ഷ്യമെന്നും മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ആധ്യാത്മികതയുടെ ആത്മബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് വേണ്ടി എപ്പോഴും ആഴങ്ങളെ വിളിക്കുന്നത് പോലെ ആത്മാവിന്റെ ആഴങ്ങളെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഒരു ആത്മബന്ധത്തിനായി ദാഹിക്കുകയും ആ ദാഹം ഐക്യമാക്കി തീർക്കുകയും ആ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നത് പോലെ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്ന് യോഹന്നാൻ 16:23 ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയും വേഗം ആത്മീയ അനുഭവമാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.